പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ നമ്മൾ ഒരുമിച്ച് ദൈവരാജ്യ ശുശ്രൂഷയിൽ കർത്താവിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയം പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ദൈവജനമേ, ദാ ഒരല്പസമയത്തേക്ക് നമ്മുടെ ശ്രദ്ധയും പ്രാർത്ഥനയും എല്ലാം ഈ ദൈവരാജ്യ ശുശ്രൂഷയുടെ കൂട്ടായ്മയിൽ നമുക്കായിരിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ എല്ലാവരെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. നമ്മളായിരിക്കുന്നിടങ്ങളിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ കർത്താവേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തല്ലോ. കർത്താവെ, ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഈ സമയത്ത് പങ്കുപറ്റുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. കർത്താവെ, അത്ഭുതകരമായി അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നന്ദി പറഞ്ഞു. കയ്യടിച്ച് പാടിയേ സന്തോഷത്തോടെ, കരങ്ങളെ കടിച്ച്. കർത്താവെ, മഹത്വം, മഹത്വം കർത്താവെ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, ചേർന്ന് പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. എല്ലാവരും പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ Yes. എന്നിൽ വരേണേ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിതം നയിക്കുവാൻ കൃപ നീ എല്ലായ്പ്പോഴും നൽകിയിടണേ. സന്തോഷത്തോടെ ജീവിതം നയിക്കാൻ. എപ്പോഴും സന്തോഷത്തോടെ ആമേൻ. ജീവിതം നയിക്കുവാൻ കൃപ നീ നൽകണേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. ആമേൻ. പരിശുദ്ധാത്മാവേ എന്നിൽ വരേണേ, പരിശുദ്ധാത്മാവേ ശക്തി തരേണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ബലപ്പെടുത്തണമേ. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. എല്ലാ എതിർചിന്തകളും കർത്താവെടുത്ത് മാറ്റപ്പെടട്ടെ. ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അത്ഭുത രോഗശാന്തി, ദൈവീക ഇടപെടൽ നമ്മൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കൈകളൊക്കെ കൂപ്പി എന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കൃപ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുകയാണ്. അത് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. ബൈബിൾ തുറക്കാം. നോട്ട് ബുക്കിലൊക്കെ ആ വചനം ഒന്ന് നോട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഒച്ചത്തിൽ നമുക്കൊന്ന് വായിക്കാം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. പൗലോസ്ലീഹ നമ്മളോട് പറയുക, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഒത്തിരി വിഷയങ്ങളിൽ ആകുലത ഉള്ളവരാണ്, അല്ലേ? എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ ഈ തലയ്ക്കകത്ത് ഇങ്ങനെ കിടന്ന് അസ്വസ്ഥപ്പെടുത്തുന്നത്. പല വിഷയങ്ങളും നമ്മളെ ആകുലപ്പെടുത്തുന്നുണ്ട്.
ഇപ്പം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചേ, എന്താണ് നിന്റെ ആകുലത? എന്തിനെക്കുറിച്ചാണ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വചനം യഥാർത്ഥത്തിൽ ആസ്വദിക്കാനും വായിക്കാനും ധ്യാനിക്കാനും പറ്റാത്ത വണ്ണം ചില കാര്യങ്ങൾ നിന്റെ തലയ്ക്കകത്ത് അല്ലേ, ഇപ്പോൾ ഒരുപക്ഷെ നാളെ കൊടുത്തു തീർക്കേണ്ട പണം, അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള ചില ബന്ധങ്ങൾ, ചില കാര്യങ്ങൾ ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? ഇതാ വചനം പഠിപ്പിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ഡോണ്ട് വറി, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ബൈബിള് പഠിപ്പിക്കുന്നത് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. 4-ാം അധ്യായം 7-ാം തിരുവചനം, നെക്സ്റ്റ് സെന്റൻസ് വചനം പറയുന്നു, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദേ, ഈ സന്ദേശം ഏതെങ്കിലും വിഷയത്തിൽ ആകുലപ്പെടുന്നവരുണ്ടോ, അവർ പ്രത്യേകം പഠിക്കേണ്ട ഒരു വചന ശുശ്രൂഷയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ പലതവണ പറഞ്ഞ് പഠിച്ച് പ്രാർത്ഥിക്കേണ്ട വചനമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളൂ. കഴിഞ്ഞിടയ്ക്ക് ധ്യാനം കഴിഞ്ഞിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ, അവൻ വലിയ വിഷാദത്തിലും ഭാരത്തിലുമാണ് ധ്യാനത്തിന് വന്നത്. കാരണം ഇവനൊരു മദ്യപാനിയാണ്. ഇവൻ പ്രേമിച്ചു കല്യാണമൊക്കെ കഴിച്ചു ഇതിൻ്റെ ഇടയിൽ. എന്നാൽ ഇവൻ്റെ പെണ്ണ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമല്ല. ഈ പെണ്ണ് ഇവൻ ഇട്ടിട്ട് പോയി. അന്ന് മുതൽ ഇവൻ ഭയങ്കരമായ പ്രതിസന്ധിയിലായി. ഇവൻ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ ആ പെണ്ണിട്ടിട്ട് പോയി. അതോടുകൂടി ഇവൻ പെട്ടു. ഇവൻ ധ്യാന കേന്ദ്രത്തിലെത്തി, ധ്യാനം കൂടി, മദ്യപാനം അവൻ ഉപേക്ഷിച്ചു. അവൻ പറഞ്ഞു, ഇനി ഞാൻ മദ്യപിക്കില്ല. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളുടെയും ഉറവിടം ഈ മദ്യപാനമാണെന്നും അവന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, പോകാൻ നേരത്ത് അവൻ വന്ന് ചോദിച്ച ചോദ്യം, അച്ചോ, ഞാൻ ഈ ധ്യാനത്തിൽ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തു. എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഒന്ന് പോകണം, എന്നിട്ട് അവളെ ഒന്ന് തിരിച്ച് വിളിക്കണം, എല്ലാം വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛ, എനിക്കൊരു സംശയം, എനിക്ക് ഇതിലൊക്കെ നിലനിൽക്കാൻ പറ്റുമോ അച്ചോ? എനിക്ക് ഇതിലൊക്കെ നിലനിൽക്കാൻ പറ്റുമോ? ഓർത്തിട്ട് എനിക്ക് ഒരു സന്തോഷമില്ല അച്ഛാ. അതിനെക്കുറിച്ച് ഓർക്കും തോറും ഭാരം. എനിക്കിങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ദേ ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മളിൽ അനേകം പേരുടെ ഉള്ളിൽ അനേകം ആകുലതകളുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റുമോ? എനിക്ക് ചില കാര്യങ്ങളിൽ തീരുമാനം എടുത്ത് മുമ്പോട്ട് നീങ്ങാൻ പറ്റുമോ? കാരണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ കിടക്കുമല്ലേ. പ്രിയപ്പെട്ടവർ, ഈ ആകുലത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ ആശ്രയിച്ചൊരു കാര്യത്തിന് ഇറങ്ങുന്നതാണിത്. നമ്മളെ തന്നെ ആശ്രയിച്ചാൽ ഉറപ്പാണ് അത് പരാജയപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, കുടുംബ പാരമ്പര്യം, നമ്മുടെ കയ്യിലുള്ള പണം, അധികാരം, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഒരു ചിന്തയുണ്ട്, നമ്മളെ കൊണ്ട് പറ്റും. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേതമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്നതല്ല. നമ്മുടെ തലയ്ക്കകത്ത് നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളാണിതെല്ലാം. ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിലെ ഹന്ന ഒരു സുന്ദരമായൊരു വചനം പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ കേൾക്കണേ. ഹന്നായെ അറിയാവോ? സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന ഹന്ന, ഭർത്താവിൻ്റെ പേര് എൽക്കാന. ഹന്നായ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഹന്നായുടെ ഉള്ളിൽ വല്ലാത്ത വിഷമം. ഈ വിഷമവുമായിട്ട് ഹന്ന എന്ത് ചെയ്തു? ഇതാ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആ വചനം ഒന്ന് എടുത്ത് വായിച്ച്. 1 സാമുവേൽ ചാപ്റ്റർ 1 വേഴ്സ് 16. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്:
ഈ ദാസിയെ അധപ്പതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാനിതുവരെ സംസാരിച്ചത്. അതായത് ഹന്ന ചെന്ന് ദേവാലയത്തിൽ പോയിട്ട് കരയുകയാണ്, വിഷമിക്കുകയാണ്. ജീവിതത്തിലെ ഭാരം മുഴുവൻ പള്ളിയിൽ ദേവാലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വചനം പറയാണ്, ആകുലത അത്രമേൽ വലുതാണ്, ആകുലത ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ദേവാലയത്തിലെ പുരോഹിതൻ, ഏലി പുരോഹിതൻ ഒരു ആശീർവാദമൊക്കെ കൊടുത്ത് ഈ ഹന്നാമ്മയെ നന്നായി കൃപ കൊണ്ട് നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, 17-ാം തിരുവചനം ഇങ്ങനെയാണ്: സമാധാനമായിട്ട് പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഏലി പുരോഹിതൻ്റെ പ്രാർത്ഥനയാണ്. സമാധാനമായിട്ട് പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. തൊട്ടടുത്ത വചനങ്ങൾ ശ്രദ്ധിച്ചോ. ഹന്ന പിന്നീട് ഒരിക്കലും അസ്വസ്ഥയായില്ല, അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ഹന്ന പിന്നീട് ആകുലപ്പെട്ടില്ലെന്ന്. അതായത് നമ്മിൽ ആശ്രയിക്കും തോറും നമ്മൾ പരാജയമടയും. നമ്മുടെ കഴിവിലും നമ്മുടെ ചിന്തയിലും ഞാൻ എന്നൊക്കെ ചിന്തിക്കും തോറും ആകുലത വർദ്ധിക്കും. പഴയ നിയമത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു വചനഭാഗം അത് മക്കബായരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് മക്കബീസ്, ഫസ്റ്റ് ബുക്ക്, ചാപ്റ്റർ 6. അതിൻ്റെ 6-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇതാ അന്തിയോക്കോസ് രാജാവിനെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. തൻ്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തത് മൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്നവൻ കിടപ്പിലായി. കണ്ടോ, അന്തിയോക്കോസ് രാജാവിനെ കുറിച്ച് പറയും, തൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കാത്തത് മൂലം. ഇത് നമുക്കും ബാധകമല്ലേ? നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല, ശരിയാവുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? രാജാവിനെ കുറിച്ച് പറയുന്നു, അവൻ ദുഃഖാർത്തനായി രോഗിയായി തീർന്നു, അവൻ കിടപ്പിലായി, അവൻ കട്ടിലെത്തി. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുടെ അവസ്ഥ അങ്ങനെയല്ലേ? വീടുകളിൽ ഇങ്ങനെ ഇരിപ്പാണ്, വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഓർത്ത് ഭാരപ്പെടുന്ന എത്രയോ പേരാ. ഒത്തിരി സ്വപ്നം കണ്ടതാ, പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇപ്പം എന്തായി? ആകുലത വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനം പോയി. അന്തിയോക്കോസ് രാജാവിനെ കുറിച്ച് വചനം പറയുന്ന 10-ാം തിരുവചനം: എനിക്ക് ഉറക്കമില്ലാതായി തീർന്നിരിക്കുന്നു, ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ആകുലത, അതുകൊണ്ട് ഉറക്കം പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉറക്കം പോയോ? എന്തിനെ ഓർത്തുകൊണ്ടാണ് നിന്റെ ഉറക്കം പോയത്? ആകുലപ്പെട്ടത് കൊണ്ടല്ലേ? നീ നിന്നിൽ തന്നെ ആശ്രയിക്കും തോറും ഈ ഒരു ഭാരം നിന്നെ പിടികൂടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മളെ കൃത്യമായിട്ടൊരു വചനഭാഗം പഠിപ്പിക്കുന്നു. 6-ാം അധ്യായം 28-ാം തിരുവചനം, ചാപ്റ്റർ 6 വേഴ്സ് 28. വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. കണ്ടോ, കർത്താവ് ചോദിക്കുക, നീ എന്തിനാ ആകുലപ്പെടുന്നത്? നീ നോക്കിക്കേ, വയലിലെ ലില്ലികളെ നോക്കുക, അവ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക, അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. കണ്ടില്ലേ? 31-ാം തിരുവചനം പഠിപ്പിക്കുന്ന എന്താണ്? അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ എൻ്റെ അച്ചോ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പിന്നെ എന്നതാ നമ്മുടെ കാര്യം? എന്താ? എന്ത് ഭക്ഷിക്കും, അല്ലേ? ഈ പറഞ്ഞ 3 കാര്യങ്ങളും കൃത്യമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും. അടിസ്ഥാനപരമായി നമ്മളെ ഭാരപ്പെടുത്തുന്ന 3 കാര്യങ്ങളാണ്. കഴിക്കാൻ വല്ലതും ഉണ്ടോ? കുടിക്കാൻ വല്ലതും ഉണ്ടോ? ധരിക്കാൻ വല്ലതും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, വചനം വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന 34-ാം തിരുവചനം: അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മുടെ മുമ്പിലേ ഈ വളരെ വളരെ സിമ്പിളായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കുക. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ചേ, ഇപ്പോൾ ഈ കാക്ക എന്ന് പറയുന്ന പക്ഷി, കാക്ക
ഈ കാക്ക എന്ന് പറയുന്ന പക്ഷിയെ നമ്മൾ ആരും അങ്ങനെ ഓമനിച്ച് വളർത്താറൊന്നും ഇല്ലല്ലോ. പല പക്ഷികളെയും നമ്മൾ വളർത്തും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു കാക്ക പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എന്നാലും നമുക്കറിയാം മനുഷ്യൻ്റെ അവസ്ഥ എന്താ, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലുമൊക്കെ പക്ഷി, അല്ലേ, പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ പ്രത്യേകത ഒരു കാര്യം മതി, ഒരു നിസാരപ്പെട്ട കാര്യം മതി, ആകുലപ്പെട്ട് നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിക്കും തോറും നമ്മുടെ സമാധാനം പോകും. നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളാണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് 1 Peter chapter 5 verse 6. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വചനം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നല്ല, മറിച്ച് ആകുലപ്പെടേണ്ടെന്നുള്ളതാണ്. ചിന്തിക്കുന്നതും ആകുലപ്പെടുന്നതും രണ്ടും രണ്ടാണ്. ചിന്തിക്കുന്നത് പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്നാൽ ആകുലത വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെടും, നമ്മിൽ തന്നെ ആശ്രയിക്കും. എന്നാൽ പത്രോസ്ലീഹ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കണം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആകുലപ്പെടുത്തുന്ന തരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്നലകളിൽ ഒത്തിരി പരാജയങ്ങളും തോൽവികളും ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ? അതെല്ലാം നമ്മളെ ആത്മീയമായി വളർത്തുന്നതിന് സഹായിക്കും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻ 2nd letter chapter 1 verse 9 വചനം പറയുന്നു, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി, എന്നാൽ ഇത് ഞങ്ങൾ തന്നെ ആശ്രയിക്കാതെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കണ്ടോ, അതായത് ദൈവത്തിൽ ആശ്രയിക്കും തോറും നമ്മുടെ ഭാരം കുറയും. ആകുലത കുറയണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ദൈവത്തിൽ നന്നായി ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയം ഇതാ ഇന്ന് പ്രത്യേകമായി വായിച്ച് ധ്യാനിക്കേണ്ട ഒരു സുന്ദരമായ വചനം പറയട്ടെ. അത് സങ്കീർത്തന പുസ്തകം 94-ാം അധ്യായം 19-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 94 വേഴ്സ് 19. 19-ാം തിരുവചനം. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പലവിധ വിഷയങ്ങളിൽ ആകുലപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും. പ്രായോഗികമായി ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചക ദൗത്യം ഇതാ ഈ ശുശ്രൂഷ സമയം നമുക്ക് സമ്മാനിക്കുകയാണ്. എന്താണെന്നറിയാവോ? ആകുലപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ. ആലോചിക്കും തോറും ഭാരം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ദൈവത്തിൽ ആശ്രയിക്കും തോറും ഭാരം കുറയും. തുടർന്നുള്ള ആരാധന സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആകുലതകളിൽ അതിശക്തമായി അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ, ആമേൻ. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ആമേൻ. ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. കൈകൾ കൂപ്പി ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. നമ്മളെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം പഠിപ്പിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളൂ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ആരാധന സമയം നിന്റെ ജീവിതത്തിൽ നിന്നെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ അതെന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ അനുദിന ജീവിതത്തിൽ എന്നെ ആകുലപ്പെടുത്തുന്ന ഇന്ന വിഷയങ്ങളുണ്ട്. കർത്താവേ, ആ മേഖലകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ ആകുലപ്പെടുത്തുന്നത് നിന്റെ കുടുംബം. ഒരുപക്ഷെ മാതാപിതാക്കളെ കുറിച്ച് ആകുലപ്പെടുന്ന മക്കളുണ്ട്, മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന അനേക മക്കളുണ്ട്. ഒരുപക്ഷെ അപ്പനെ അമ്മേനെയും ഒന്ന് കൂടെ ആയിരിക്കാനോ അവരെ ചികിത്സിക്കാനോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പറ്റാതെ ദൂരങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട്. വല്ലാത്ത ആകുലതയാണ് അവരുടെ ഉള്ളിൽ. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില രോഗപീഠകൾ വന്നതിന് ശേഷം ജീവിതത്തിൽ വല്ലാണ്ട് ഭാരപ്പെട്ട്, ഓ ദൈവമേ, എൻ്റെ ജീവിതം തീർന്നോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സാമ്പത്തിക കടബാധ്യതകളാൽ ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഒരെത്തും പിടിയും കിട്ടുന്നില്ല, വല്ലാണ്ട് വിഷമിക്കുന്നവരുണ്ടല്ലോ. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് മുമ്പോട്ടുള്ള ജീവിതത്തിൽ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ഒരു കാര്യത്തിനൊരു ഉയർച്ച ലഭിക്കുന്നില്ല, തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. വിവാഹ തടസ്സം അനുഭവിക്കുന്നവർ, ജോലി മേഖലയിൽ തടസ്സം അനുഭവിക്കുന്നവർ, കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം പേറുന്നവർ, ഒരു വീടിനെക്കുറിച്ച് സ്വപ്നം കണ്ടു നടക്കുന്നവർ, അങ്ങനെ പല ഭയങ്ങളും അസ്വസ്ഥതയും ആകുലതയും ഉണ്ടല്ലോ. ദേ ഈ സമയം 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഇതാ വചനം പഠിപ്പിക്കുന്നീ, ആകുലപ്പെടേണ്ട, നിന്റെ മേൽ കർത്താവിൻ്റെ കൃപയുണ്ട്. ഇതാ ദൈവത്തിൻ്റെ വചനം നിന്നെ പഠിപ്പിക്കുന്നീ, ആകുലപ്പെടേണ്ട. എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അതർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആകുലരാവേണ്ട. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ അത് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, വിശ്വസിച്ച് ഞങ്ങൾ വേളകളിൽ ഓ ദൈവമേ, ആശ്വാസം നൽകിയിടും കർത്താവേ, ആകുലവേളകളിൽ ആശ്വാസം നൽകുന്നവൻ, ആശ്വാസം നൽകിയിടും താൻ എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിയിടും കർത്താവേ, എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിയിടും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങ് നൽകാതെ ഞങ്ങൾക്കൊന്നുമില്ല.
കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ വിശ്വസിച്ചോണം. കരങ്ങൾ കൂപ്പി ഈശോ നിന്നെ ആശീർവദിക്കുന്ന സമയം ഇതാ നീ ഏറ്റെടുക്കുകയാണ്. നമ്മിൽ തന്നെ ആശ്രയിക്കും തോറും ആകുലത വർദ്ധിക്കും. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. നിന്റെ തടസ്സങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. വിശ്വസിച്ച് ആശീർവാദം സ്വീകരിക്കാം. ദൈവമാണ് നമ്മുടെ സകലത്തിൻ്റെയും ഉടയവൻ. ആ വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിച്ചു പ്രാർത്ഥിക്കാം. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ